നമ്മൾ പെൺപിള്ളേരാണെങ്കിലും ഇനി ആൺപിള്ളേരാണെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് കണ്ട നമ്മൾ ആ തെറ്റ് കണ്ട ആദ്യം കുറച്ച് അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കും, കുറച്ച് നാളത്തേക്കിന്, ചിലപ്പോൾ 1 മാസം 2 മാസം, കൂടിപ്പോയ 1 വർഷം. ഈ 1 വർഷം കഴിഞ്ഞ് വീണ്ടും അയാൾ പഴയ പോലെ വന്ന് നമ്മളടുത്ത് അപ്രോച്ച് ചെയ്താൽ നമ്മൾ ഈ 1 മാസം നിന്നതും 2 മാസം നിന്നതും 1 വർഷം നിന്നതും എല്ലാം അങ്ങ് മറന്നിട്ട് വീണ്ടും അവർക്ക് ചാൻസ് കൊടുക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഒരാളൊരു തെറ്റ് അറിയാതെ ചെയ്താൽ ഓക്കെ പോട്ടെ, കുഴപ്പമില്ല. അറിഞ്ഞുകൊണ്ടാണ് നമ്മളിത് മനസ്സിലാക്കും, നമ്മളിത് എന്തെങ്കിലും തിരിച്ചറിയുമെന്ന് അവരറിഞ്ഞിട്ടും നമ്മളെ മറച്ചു വെച്ച്, നമ്മളെ മണ്ടരാക്കി, നമ്മളെ പൊട്ടരാക്കി എന്തെങ്കിലും ചെയ്തിട്ട് ഗ്യാപ്പിട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് വന്നാൽ ഒരിക്കലും അവരുടെ നല്ല മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ അവർ നന്നായതുകൊണ്ടോ ഒന്നുമല്ല അവർ വരുന്നത്. വീണ്ടും നമ്മളെ പൊട്ടരാക്കാൻ പറ്റും, നമ്മളെ പറ്റിക്കാൻ പറ്റും, നമ്മളെ പറ്റിച്ചാൽ ഒരു ചുക്കുമില്ല കുഴപ്പമില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് മാത്രമാണ് തിരിച്ചു വരുന്നത്. അല്ലാതുള്ള നമ്മളുള്ള സ്നേഹം കൂടിയതുകൊണ്ടോ, നമ്മൾ 1 വർഷം അവരുടെ ലൈഫിൽ ഇല്ലാഞ്ഞപ്പോൾ ഉണ്ടായ മിസ്സിങ് കൊണ്ടോ, അതുകൊണ്ട് അവരവരുടെ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ടോ, ഒരു തേങ്ങാക്കൊലയും കൊണ്ടൊന്നുമല്ല അവർ തിരിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളെ പറ്റിക്കാനും നമ്മളെ ഇങ്ങനെ സൈഡാക്കി ഒരു സൈഡിൽ നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മൾ വലിയ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. നമ്മളിനി എത്ര ചീറ്റ് ചെയ്താലും പറ്റിച്ചാലും നമ്മൾ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു മനുഷ്യന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്ന സമയമാണെങ്കിൽ ആ ഒരു ടൈമൊക്കെ ചെറിയൊരു പീരീഡിലേ കിട്ടൂ. അത് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ലെവലുകളും കഴിഞ്ഞു പോകും. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഒരു മനുഷ്യന് ഒരു ചാൻസ്, അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് ചാൻസുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടം പോലെ ചാൻസ് കൊടുക്കാൻ മറ്റേ ആൾക്കാർ കാണുമായിരിക്കും. നമ്മളെ ഒരാൾ യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെ അവരുടെ പുറകെ പോയി എന്നെ സ്നേഹിക്കുമോ, എന്നെ കൊണ്ട് നടക്കുമോ, എന്നെ കൂടെ നടക്കുമോ, നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നിൻ്റെ സ്നേഹം മാത്രം മതി എന്ന് പറയുന്നത് ഭൂലോക മണ്ടത്തരമാണ്. ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെയാണ് മറ്റൊരാളുടെ മുന്നിൽ വീണ്ടും ഈ എച്ചിപ്പാത്രം പോലെ വെച്ച് കൊടുത്ത് നശിപ്പിക്കുന്നത്.